വഖഫ് ഭേദഗതി ബിൽ അവതരണത്തിൽ ലോക്സഭയിൽ എത്താതെ പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നു. സഭയിൽ ഉണ്ടായിട്ടും ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. 2 മണിക്കൂർ വൈകിയാണ് സുപ്രധാന ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി സഭയിൽ എത്തിയത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, 1.5 മണിക്കൂർ സമയമാണ് കോൺഗ്രസിന് അനുവദിച്ചത്. ഈ വിഷയത്തിൽ ഏറ്റവും അധികം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ടിയിരുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. വിഷയത്തിൽ പങ്കെടുക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയുമായിരുന്നു. കാരണം കേരളത്തിലടക്കം ലീഗ് അടക്കം നൽകിയ പിന്തുണയെക്കുറിച്ച് അറിയാം, പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം. പക്ഷേ എന്നാൽ പോലും അതിനേക്കാളുപരിയായിട്ട് ഈ വിഷയത്തിൽ മുന്നിൽ നിന്ന് പോരാടേണ്ടിയിരുന്ന 2 പേരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. പക്ഷേ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ വളരെ വൈകി സഭയിലെത്തുന്നു. പ്രിയങ്ക ഗാന്ധി വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കുന്നില്ല. എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇവർ നൽകുന്ന സന്ദേശം? സ്വാതി. മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ ഹനിക്കുന്നതും നിർണായക അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുന്നതുമായ വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ നിർണായക ദിവസം, അതായത് ചർച്ച നടക്കുന്ന ദിവസമാണ് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി ഈ സഭയിൽ നിന്നും വിട്ടുനിന്നത്. ഈ വഖഫ് ബില്ലിൽ കോൺഗ്രസ് എംപിമാർക്കെല്ലാം തന്നെ വിപ്പ് നൽകിയിരുന്നു. ഈ വിപ്പ് ലഭിച്ചിട്ടും സഭയിലെത്താതെ പ്രിയങ്ക ഗാന്ധി നടത്തിയത് അച്ചടക്ക ലംഘനമാണ് എന്ന ആക്ഷേപം ഇപ്പോൾ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ചൊരു വിശദീകരണവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പ്രിയങ്ക ഗാന്ധി സഭയിലെത്താത്തതെന്ന ചോദ്യത്തിനോട് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിക്കാത്ത സാഹചര്യമുണ്ട്. പ്രിയങ്കയുടെ അസാന്നിധ്യം ഇന്ത്യ സഖ്യത്തിനിടയിലും ചർച്ചയിലായിട്ടുണ്ട്. അതേസമയം നിർണായക ബില്ല് നടക്കുന്ന ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത് വൈകിയാണ് സഭയിലെത്തിയത്. 12 മണിക്കൂർ നീണ്ട ചർച്ചയിൽ 1 മണിക്കൂർ 40 മിനിറ്റ് കോൺഗ്രസിന് അനുവദിച്ചിരുന്നിട്ടും രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ഏറ്റവും വിവാദമായി ഇപ്പോൾ ഉയരുകയാണ്. ഗൗരവമല്ലാത്ത ഇത്തരം എന്ത് കാരണത്താലാണ് ഇവർ സഭയിൽ നിന്നും വിട്ടുനിന്നത് എന്നുള്ളത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടതാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു ബില്ല് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത ഒരു ബില്ലിൽ സുപ്രധാന ദിവസം എന്തുകൊണ്ട് ഇവർ മാറി നിന്നു എന്നുള്ളതും എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. സിജു. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വഖഫ് ബിൽ അവതരണ വേളയിൽ സഭയിൽ പങ്കെടുക്കാതെ പ്രിയങ്ക ഗാന്ധി, വൈകിയെത്തി രാഹുൽ ഗാന്ധി. വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്.